ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് വരുന്നു. ഇനി അതിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ ക്വസ്റ്റ്യനിലേക്ക്. ഈ ടേബിൾ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഈ ചിത്രം വെറുതെ ഒന്ന് നോക്കി വെച്ചേക്കാം. ചിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ അടുത്ത പേജിലാണുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കുന്നു, നേരെ അടുത്ത പേജിലേക്ക്. ഒന്നാമത്തെ ചോദ്യം: പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞ് പ്രവേശിക്കുന്നതായി കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട 1-2 പോയിൻറ്റ്സ് ഉണ്ട്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകണം, അതേസമയം പ്രകാശരശ്മി ചെരിഞ്ഞിട്ടാണ് പോകേണ്ടത്. അങ്ങനെയുള്ള ചിത്രങ്ങൾ മാത്രം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 ചിത്രത്തിൽ പ്രകാശരശ്മി ലംബമായിട്ട് പോകുന്നുണ്ട്. ഇത് രണ്ടും തൽക്കാലം മൈൻഡ് ചെയ്യണ്ടല്ലോ. ഈ ചിത്രവും നോക്കണ്ട, ഈ ചിത്രവും നോക്കണ്ട. രണ്ടും എന്താണ്? ലംബമായിട്ട് പോകുന്നത്. അതുകൊണ്ട് അത് രണ്ടും നോക്കണ്ട. ഇനി ബാക്കിയുള്ള എല്ലാ ചിത്രത്തിലും പ്രകാശരശ്മി ചെരിഞ്ഞിട്ടാണ് പോകുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക്. സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകണം. കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, അപവർത്തന രശ്മി അല്ലെങ്കിൽ പ്രകാശരശ്മി ലംബത്തിൽ നിന്ന് അകന്ന് പോവുകയാണ് വേണ്ടത്. അകന്ന് പോകണം. അങ്ങനെയുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നാമത്തെ ചിത്രത്തിൽ വായുവിൽ നിന്ന് ജലത്തിലേക്കാണ് പോകുന്നത്. വായിൽ നിന്ന് ജലത്തിലേക്ക് പോകുമ്പോൾ പ്രകാശരശ്മി അല്ലെങ്കിൽ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുക ചെയ്യുന്നത്. ഇവിടെ ഇത്രയും വലിയ കോണായിരുന്നു, ഇവിടെ ഇത്രയും ചെറിയ കോണല്ലേ. അപ്പോൾ ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതല്ല. നമുക്ക് വേണ്ടത് കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുന്നതാണ്. ഇവിടെ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ചിത്രം അല്ല. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ഗ്ലാസ്സിൽ നിന്ന് ജലത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ചിത്രങ്ങളെ ചെരിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാവാനുള്ള സാധ്യതയുണ്ട്. നോക്കാം. ഇവിടെ നിന്ന് ഗ്ലാസ്സിൽ നിന്ന് ജലത്തിലേക്ക് പോകുമ്പോൾ നേരത്തെ ഉണ്ടായ കോണിനേക്കാളും കൂടുതലായിട്ടാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഈ കോണിനേക്കാൾ വലിയ കോണല്ലേ ഇവിടെ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ പ്രകാശിക സാന്ദ്രത കൂടിയ ഗ്ലാസ്സിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ ജലത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഉത്തരമായിട്ട് വരും. ചിത്രം 1.8 അല്ലെങ്കിൽ ബി ചിത്രം ഉത്തരമായിട്ട് വരും. ഇത് വരില്ല. ഇനി അടുത്ത ചിത്രം നോക്ക്. ഡി ചിത്രം നോക്കുകയാണെങ്കിൽ ഇത് നോക്കണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു, ലംബമായിട്ടാണ് പോകുന്നത്. പോട്ടെ. ഡി ചിത്രം നോക്കുകയാണെങ്കിൽ ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് പോകുമ്പോൾ ആദ്യമുള്ള കോണിനേക്കാൾ കൂടുതലാണ് വരുന്നത്. എന്ന് വെച്ചാൽ കോണ് കൂടുക എന്ന് പറഞ്ഞാൽ പ്രകാശരശ്മി അകലുക അല്ലെങ്കിൽ അപവർത്തന രശ്മി അകന്നു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അർത്ഥം. കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ചിത്രം ഉത്തരമായിട്ട് വരും. കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുന്നു. അടുത്ത ചിത്രം ലംബമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് നോക്കണ്ടെന്ന് പറഞ്ഞ്. ലാസ്റ്റ് വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് വരുന്നത്. വായുവിൽ ഇത്രയും വലിയ കോണുണ്ടായിരുന്നു, ഗ്ലാസ്സിൽ ഇത്രയും ചെറിയ കോണേ ഉള്ളൂ. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, വായുവിന് പ്രകാശിക സാന്ദ്രത കുറവും ഗ്ലാസ്സിൽ പ്രകാശിക സാന്ദ്രത കൂടുതലാണ്. അപ്പോൾ ഇതല്ല നമ്മളോടുള്ള ചോദ്യം. പ്രകാശിക സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകേണ്ടതാണ്. പിന്നെ പണ്ട് തുടക്കത്തിൽ നമ്മളൊരു ടേബിൾ ചെയ്തില്ലേനോ, പ്രകാശിക സാന്ദ്രതയും പ്രകാശ വേഗമൊക്കെ തന്നിട്ടുള്ളൊരു ടേബിളില്ലേ, അത് ഏകദേശം ഒന്ന് ബൈഹാർട്ടാണെങ്കിൽ ഈ വായു, ജലം, ഗ്ലാസ്, വജ്രം, ആ 4 ആൾക്കാർ വരുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടില്ലാണ്ട് വേഗം ചെയ്ത് പോവാം. അപ്പോൾ ഇനി രണ്ടാമത്തെ ചോദ്യം: ഇവിടെ അപവർത്തനം സംഭവിക്കുന്ന രശ്മിയുടെ ദിശാവ്യത്യാസം എപ്രകാരമാണ്? ലംബത്തിൻ്റെ അടുത്തേക്കാണോ, ലംബത്തിൽ നിന്ന് അകലെയാണോ? ഈ ചിത്രങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരങ്ങളായിട്ട് വന്ന ചിത്രത്തിലൊക്കെ ലംബത്തിനോട് കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കല്ലേ പോകുന്നത്. കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടതാണ്, അത് ലംബത്തിൽ നിന്ന് അകന്നു പോകുന്നു. കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ ലംബത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. സി ക്വസ്റ്റ്യൻ: അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്ന സന്ദർഭങ്ങൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെ? ലംബത്തോട് അടുക്കുന്നത് അപവർത്തന രശ്മി ഇതാ ഇവിടെ നിന്ന് ലംബത്തോട് അടുക്കുന്നു. ആദ്യമുള്ള കോണിനേക്കാൾ കുറയുക. അപ്പോൾ എ ചിത്രം. രണ്ടാമത്തെ നോക്ക്. രണ്ടാമത്തെ നേരത്തെ തന്നെ ഉത്തരവായി വന്നല്ലേ, അത് പോട്ടെ. ഇത് നോക്കണ്ട, കാരണം ഇത് ലംബമായിട്ട് പോകുന്നതാണ്. നോക്കണ്ട. ചെരിഞ്ഞ് പോകുന്നതേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെയാണെങ്കിലോ ഡി ക്വസ്റ്റ്യനിൽ
ഡി ക്വസ്റ്റ്യനിൽ അകന്ന് പോവുകയാണ് ചെയ്യുന്നത്. നമ്മളോടുള്ള ചോദ്യം ലംബത്തോട് അടുക്കുന്നതാണ് വേണ്ടത്, ലംബത്തോട് അടുക്കുന്നതല്ല, അപ്പോൾ ഇതല്ല. അടുത്തത് ലംബമായിട്ടാണ് പോകുന്നത്, അതുമല്ല. പിന്നെ ഈ ചിത്രം നോക്ക്, ലാസ്റ്റ് ചിത്രം വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ ലംബത്തിനോട് അടുക്കുകയാണ് ചെയ്യുന്നത്, അപ്പോൾ എഫും ഉത്തരമായിട്ട് വരും. ഇനി ഡി ക്വസ്റ്റ്യൻ, ലംബത്തോട് അടുക്കുന്ന സന്ദർഭങ്ങളിൽ പ്രകാശം ഏത് മാധ്യമത്തിൽ നിന്ന് ഏത് മാധ്യമത്തിലേക്കാണ് കടന്നു പോകുന്നത്? ലംബത്തോട് അടുക്കുന്ന സന്ദർഭങ്ങളിൽ മനസ്സിലാക്കി വെക്കുക, ലംബത്തോട് അടുക്കുകയാണെങ്കിൽ പ്രകാശിക സാന്ദ്രത കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കാണ് കടന്നു പോകുന്നത്. കുറഞ്ഞതിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കാണ് കടന്നു പോകുന്നത്. ഇനി ചിത്രം സിയും ഇയും എന്നിവയിൽ പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നില്ല, കാരണം എന്തായിരിക്കുന്നു? അതായത് ഈ ചിത്രവും നമ്മൾ നേരത്തെ പറയുമ്പോൾ ഇവരെ രണ്ടുപേരെ ഒഴിവാക്കിയിട്ടാണ് പറഞ്ഞത്, ചെരിഞ്ഞിട്ടല്ല വന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ഇവർ രണ്ടാളെയും നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല. ഇവിടെ അപവർത്തനം സംഭവിക്കുന്നേ ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലംബമായിട്ടാണ് പതിക്കുന്നത്. ഒന്നാമത്തെ ഈ സി ചിത്രത്തിലാണെങ്കിലും ലംബമായിട്ടാണുള്ളത്, ഡിയിലാണെങ്കിലും ലംബമായിട്ടാണുള്ളത്. ഒന്ന് വായുവിൽ നിന്ന് ജലത്തിലേക്കാണ്, രണ്ടാമത്തെ ഈ ചിത്രത്തിൽ ഗ്ലാസ്സിൽ നിന്ന് ജലത്തിലേക്കാണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് ചിത്രത്തിലും പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ലംബമായിട്ടാണ് പ്രകാശരശ്മി പതിക്കുന്നത് എന്നുള്ള കാര്യം പഠിച്ചു വെക്കാം. ഇനി അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ടെക്സ്റ്റ് ബുക്കിലെ അക്ഷരങ്ങൾക്ക് മുകളിൽ ഗ്ലാസ് സ്ലാബ് വെക്കുമ്പോൾ അക്ഷരങ്ങൾ ഉയർന്നതായി തോന്നുന്നു, കാരണം എന്തായിരിക്കും? ഗ്ലാസ് സ്ലാബ് എന്ന് പറഞ്ഞാൽ ഗ്ലാസിൻ്റെ ഒരു ചതുരക്കട്ട പോലെയുള്ള സാധനം. ചില ഡോക്ടറെല്ലാം കാണിക്കാൻ പോയാൽ അവർ പേപ്പർ വെയിറ്റ് ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ഇത് വെച്ചിട്ടുണ്ടാവും, ഒരു ഗ്ലാസിൻ്റെ ഒരു റൗണ്ട് പോലെയുള്ള സാധനമോ അല്ലെങ്കിൽ ചതുരത്തിലുള്ള ഒരു സാധനമൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഒന്നുമില്ല, ചതുരത്തിൻ്റെ ഒരു പെട്ടി, ഗ്ലാസ് കൊണ്ട് ഫുള്ളായിട്ട് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ചതുരത്തിൻ്റെ ഒരു പെട്ടി, ചെറിയൊരു പെട്ടി പോലെ ഉണ്ടാവും. അതാണ് ഗ്ലാസ് സ്ലാബ്. എന്തായാലും നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അത് കാണിച്ചു തരും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ അക്ഷരങ്ങൾക്ക് മുകളിൽ ഗ്ലാസ് സ്ലാബ് വെക്കുമ്പോൾ അക്ഷരങ്ങൾ ഉയർന്നിരിക്കുന്നതായി തോന്നുന്നു. ഈ ഗ്ലാസ് സ്ലാബ് എടുത്തിട്ട് ടെക്സ്റ്റിലെ അക്ഷരത്തിൻ്റെ മുകളിൽ വെച്ചാൽ അക്ഷരങ്ങൾ നേരത്തെ ഉള്ളതിനേക്കാൾ ലേശം ഒന്ന് പൊന്തി നിൽക്കുന്ന പോലെ, കുറച്ചൊന്ന് ഉയർന്നു നിൽക്കുന്ന പോലെ തോന്നും. ശരിക്കും അങ്ങനെ പൊന്തി വരുന്നൊന്നുമില്ല, തോന്നുന്നേ ഉള്ളൂ. എന്തായിരിക്കും കാരണം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗ്ലാസ്സിലൂടെയും വായുവിലൂടെയും കടന്നിട്ട് വേണം പ്രകാശരശ്മി നമ്മുടെ കണ്ണിലെത്താൻ. ഗ്ലാസ് സ്ലാബിലൂടെയും കടന്നു വരണം, വായുവിലൂടെയും കടന്നു വന്നിട്ടാണ് കണ്ണിലെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും ഒരു മാധ്യമത്തിൽ നിന്ന് അടുത്ത മാധ്യമത്തിലേക്ക്, പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള അടുത്ത മാധ്യമത്തിലേക്ക് പ്രകാശം കടന്നു വരുന്നത് കൊണ്ട് ഉറപ്പായിട്ടും ഇവിടെ എന്ത് സംഭവിക്കും? അപവർത്തനം സംഭവിക്കും. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപവർത്തനം സംഭവിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ചിത്രം 1.11 ഈ ചിത്രം നിരീക്ഷിക്കുക. അപ്പോൾ ചിത്രം നിരീക്ഷിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വന്നേക്കാം. ഒരു പെട്ടിയുണ്ട്, ഒരു അക്വേറിയം പോലത്തെ, ഇതിനെ നമ്മൾ ഗ്ലാസ് സ്റ്റഫ് എന്ന് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലാസ് സ്റ്റഫ്, അതിൽ ഒരാൾ വെള്ളം നിറച്ചിട്ട് ഒരു നാണയം വെച്ചിട്ടുണ്ട്, അതാണ് സെറ്റപ്പ്. ഇനി ട്രഫിലെ വെള്ളത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാണയം ഒരു വശത്ത് നിന്ന് നോക്കിക്കൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. നാണയം എളുപ്പത്തിൽ എടുക്കാൻ കഴിയുന്നുണ്ടോ? കാരണം എന്തായിരിക്കും? കണ്ടെത്തൂ. ഇങ്ങനെ എടുക്കാൻ നോക്കിയാൽ നമ്മൾ ഏകദേശം ഇവിടെ കണക്കാക്കി കൈ കൊണ്ടുവന്നാലും നാണയം ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാണയത്തിൽ എവിടെ നിന്നോ വരുന്ന പ്രകാശം ഈ നാണയത്തിൽ തട്ടിയിട്ട് നമ്മുടെ കണ്ണിലേക്ക് പതിക്കാൻ വേണ്ടി ഇങ്ങനെ തിരിച്ച് വരുമ്പോൾ, പ്രതിപതിച്ച് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട്, ഈ വിഭജന തലത്തിൽ വെച്ചിട്ട് സംഭവിക്കും? ചെറിയൊരു വളവ്, അതിനെ നമ്മൾ അപവർത്തനം എന്ന് പറയും. കാരണം ജലത്തിലൂടെയും വായുവിലൂടെയും ഇവിടെ പ്രകാശരശ്മി സഞ്ചരിക്കേണ്ടി വരുന്നു. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അപവർത്തനം സംഭവിക്കും. അപവർത്തനം സംഭവിക്കുന്ന രശ്മി കുറച്ചൊന്ന് വളയുമല്ലോ. അങ്ങനെ ഈ കാര്യം കണ്ണിന് അറിയില്ല, ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ യഥാർത്ഥത്തിൽ നാണയം എവിടെയാണോ ഉള്ളത് അതിൽ നിന്നും കുറച്ച് ഉയർന്ന രീതിയിലായിരിക്കും നമ്മൾ കാണുക. നേരത്തെ അക്ഷരങ്ങൾ കണ്ട പോലെ കുറച്ച് ഉയർന്ന രീതിയിലായിരിക്കും കാണുക. അപ്പോൾ ആ ഭാഗത്തു നിന്ന് നമ്മൾ എടുക്കാൻ നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് എടുക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം അപവർത്തനം തന്നെയാണ് കാരണം. അടുത്ത ചോദ്യം, ജലാശയത്തിൻ്റെ അടിത്തട്ട് അകലെ നിന്ന് നോക്കുമ്പോൾ അടുത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ഉയർന്നതായി തോന്നുന്നു. നേരത്തെ ഇവിടെ സംഭവിച്ച പോലെ തന്നെ നാണയം അടിയിലല്ലേ ഉള്ളത്. ഇവിടെ അക്വേറിയം അല്ലെങ്കിൽ ഗ്ലാസ് സ്റ്റഫാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇത് കുറച്ചും കൂടി വലിയ കുളത്തിലേക്ക് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ പോകുന്നു. ജലാശയം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് അടി കാണാൻ പറ്റണം എന്നേ ഉള്ളൂ. സ്വിമ്മിംഗ് പൂളോ കുളമോ എന്തെങ്കിലും എടുത്തോ. അപ്പോൾ അതിൻ്റെ അടിത്തട്ട് അകലെ നിന്ന് നോക്കുമ്പോൾ അടുത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ഉയർന്നതായി തോന്നും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം അപവർത്തനം തന്നെയാണ്. ഇവിടെ നോക്ക്,
ജലാശയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന പ്രകാശരശ്മി ജലത്തിലൂടെയും വായുവിലൂടെയും സഞ്ചരിച്ചിട്ട് വേണം കണ്ണിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ രണ്ട് മാധ്യമത്തിലൂടെ, പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള രണ്ട് മാധ്യമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉറപ്പായിട്ടും അപവർത്തനം സംഭവിക്കും. അപ്പോൾ അപവർത്തനം തന്നെയാണ് ഇവിടെയും കാരണമായിട്ട് വരുന്നത്. അമ്പെയ്ത് മീൻ പിടിക്കുന്നവർ മീനിനെ കാണുന്നിടത്ത് നിന്ന് അല്പം താഴേക്കാണ് അമ്പെയ്യുന്നത്. എന്തുകൊണ്ട്? സെയിം, ഇവിടെ നാണയം കണ്ടതിന് പകരം ഇവർ മീനിനെ കാണുന്നു. അപ്പോൾ മീനിനെ കാണുമ്പോൾ ഇവിടെ അപവർത്തനം സംഭവിക്കുന്നതുകൊണ്ട് കുറച്ച് ഉയർന്നു നിൽക്കുന്ന പോലെ ഉണ്ടാവും മീൻ, കുറച്ച് ഒന്ന് മുകളിലേക്ക് നിൽക്കുന്ന പോലെ ഉണ്ടാവും മീൻ. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഉയർന്നു നിൽക്കുന്നില്ല. അപവർത്തനം കൊണ്ട് നമുക്കങ്ങനെ തോന്നുന്നത്. ഈ കാര്യം മീൻ അമ്പെയ്ത് പിടിക്കുന്ന ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് എവിടെയാണോ മീനിനെ കാണുന്നത് അതിൽ നിന്ന് അല്പം താഴ്ത്തിയിട്ടായിരിക്കും അവർ അമ്പെയ്യാം. അപ്പോൾ 4 ചോദ്യങ്ങൾ ഒരേ ഉത്തരം, എല്ലാത്തിൻ്റെ ഉത്തരം അപവർത്തനം സംഭവിക്കുന്നതുകൊണ്ടാണ് എന്നുള്ളത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളം കടന്നു പോയതിനു ശേഷവും സൂര്യബിംബം അല്പസമയം കൂടി കാണാൻ കഴിയും. അതുപോലെ തന്നെ രാവിലെ കിഴക്കൻ ചക്രവാളത്തിൽ എത്തുന്നതിന് അല്പം മുമ്പും സൂര്യനെ കാണാൻ കഴിയും. എന്താണ് കാരണം? ഈ ചിത്രം എത്തുന്നതിന് മുന്നേ ടെക്സ്റ്റ് ബുക്കിൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിൻ്റെ കാരണം, നക്ഷത്രങ്ങളുടെ മിന്നിത്തിളക്കത്തിന് കാരണം എന്ന് പറഞ്ഞിട്ടൊരു സൈഡ് ഹെഡിങ്, ഒരു വലിയ കുറിപ്പും കൊടുത്തിട്ടുണ്ടാവും. അത് വായിച്ചിട്ട് വേണം ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ സത്യത്തിൽ ഈ സൂര്യൻ എന്ന് പറഞ്ഞാലും ഒരു നക്ഷത്രം തന്നെയാണ്. അതുപോട്ടെ, ഇനി അവിടെ മിന്നിത്തിളങ്ങുന്നതിന് കാരണം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലൂടെയുള്ള ക്രമരഹിതമായ അപവർത്തനത്തിന് ശേഷമാണ് നമ്മുടെ കണ്ണിലേക്ക് നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ എത്തുന്നത്. അങ്ങനെ ക്രമരഹിതമായ അപവർത്തനത്തിന് ശേഷം എത്തുന്ന പ്രകാശരശ്മീൻ്റെ എഫക്റ്റായിട്ട് നമ്മൾ നക്ഷത്രത്തിനെ കാണുമ്പോൾ യഥാർത്ഥ സ്ഥാനത്തിലായിരിക്കില്ല കാണുക. അപ്പാരൻ്റ് പൊസിഷൻ എന്ന് പറയും. ഇച്ചിരി ഒന്ന് മാറിയിട്ടായിരിക്കും കാണാം. അതുകൊണ്ടാണ് മിന്നിത്തിളങ്ങുന്ന പോലെ തോന്നുന്നതെന്ന് പറഞ്ഞൊരു വലിയ കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ കാണപ്പെടുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന മറ്റൊരു ഒരു പ്രതിഭാസം ഇത്. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളം കടന്നു പോയതിനു ശേഷവും സൂര്യബിംബം അല്പസമയം കൂടി കാണാൻ കഴിയും. എന്ന് വെച്ചാൽ സൂര്യനെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷവും സൂര്യനെ കാണാൻ പറ്റും. സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെ ഇച്ചിരി മുന്നേയും എന്തിനെ കാണാൻ പറ്റും? സൂര്യരശ്മികൾ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അസ്തമിച്ചതിന് ശേഷം കുറച്ച് നേരം സൂര്യൻ്റെ വെളിച്ചമുണ്ടാവും. സൂര്യനെ നമ്മൾ കാണുന്നതിൻ്റെ ഇച്ചിരി മുന്നേയും സൂര്യ വെളിച്ചം നമ്മുടെ കണ്ണിലെത്തുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്തായിരിക്കും? ഒന്നുമില്ല. ബേസിക്കായിട്ട് ഇത്രയേ ഉള്ളൂ. അപവർത്തനം സംഭവിക്കുന്നതുകൊണ്ടാണ്, അന്തരീക്ഷത്തിൽ വെച്ചിട്ട് അപവർത്തനം സംഭവിക്കുന്നതുകൊണ്ടാണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ഇത് ചക്രവാളം ആണെന്ന് വിചാരിക്കും. ചക്രവാളം കഴിഞ്ഞു പോകുന്ന സൂര്യനാണ് ഇത്. മേലത്തെ നോക്കല്ലേ, ഇതാണ് സൂര്യൻ. സൂര്യൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ചക്രവാളം കഴിഞ്ഞ് ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വരുന്ന സൂര്യരശ്മിയാണ് ഈ പോകുന്നത്. ഇതിങ്ങനെ പോയി ഇവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭൂമിൻ്റെ അന്തരീക്ഷമാണ് ഈ വരച്ച് കാണിച്ചിരിക്കുന്നത്. അന്തരീക്ഷത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഇത് അപവർത്തനം സംഭവിക്കും. എന്ന് വെച്ചാൽ ഒന്ന് വളയും. നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് വളയും, അപവർത്തനം സംഭവിക്കും. ഇങ്ങനെ അപവർത്തനം സംഭവിച്ചിട്ട് വരുന്ന രശ്മിയാണ് നമ്മുടെ കണ്ണിലെത്തുന്നത്. പക്ഷേ കണ്ണിന് ഈ സംഗതിയൊന്നും അറിഞ്ഞുകൂടാ. ഇങ്ങനെ വളഞ്ഞു വന്നെന്നുള്ള കാര്യമൊന്നും കണ്ണിന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ കണ്ണ് എവിടെ നിന്നാണോ അവസാനമായിട്ടൊരു പ്രകാശരശ്മിനെ കിട്ടിയിട്ടുള്ളത് ആ സ്ഥാനത്ത് നമ്മുടെ ആ വസ്തുവിനെ കാണാൻ വേണ്ടി ശ്രമിക്കും. സത്യത്തിൽ സൂര്യൻ ഇവിടെയുള്ളത്, പക്ഷേ ഇങ്ങനെ വന്ന് അപവർത്തനം സംഭവിച്ച് വളഞ്ഞിട്ട് ഇച്ചിരി മേലെയായിട്ട് അപവർത്തനം സംഭവിച്ച ആ ഒരു രശ്മിയാണ് നമ്മുടെ കണ്ണ് പതിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എവിടെയാണോ സൂര്യനുള്ളത് അവിടെയല്ല, പകരം ഇച്ചിരി ഉയരത്തിൽ എവിടെ നിന്നാണോ ഇങ്ങനെയല്ലേ വളഞ്ഞു പോയിട്ടുള്ളത് അതിന് നേരെ സൂര്യനെ കാണാൻ വേണ്ടി ശ്രമിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്തരീക്ഷ പാളികളിൽ വെച്ചിട്ട്, അന്തരീക്ഷത്തിന് ഒരുപാട് പാളികളുണ്ടല്ലോ, അവിടെയൊക്കെ താപനിലയും മർദ്ദവും ഒക്കെ വളരെ വളരെ വ്യത്യാസം ഉണ്ടാവും. എന്തായാലും ഈ പാളികളിൽ വെച്ചിട്ട് സൂര്യരശ്മികൾക്ക് അല്ലെങ്കിൽ പ്രകാശരശ്മികൾക്ക് ക്രമരഹിത അപവർത്തനം സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു പ്രതിഭാസം കാണുന്നത്. സൂര്യൻ്റെ യഥാർത്ഥ സ്ഥാനത്തല്ല സൂര്യനെ കാണുന്നത്. കാരണം ഈ പറഞ്ഞതാണ്. ഇനി അടുത്ത ചോദ്യം ഒന്ന് നോക്കുകയാണെങ്കിൽ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. 1, 2, 3, 4, 5 ചിത്രങ്ങളുണ്ട്. ഇനി അടുത്ത പേജിലാണ് ചോദ്യങ്ങളുള്ളത്. ഒന്നാമത്തെ ചോദ്യം നേരത്തെ നമ്മൾ ചെയ്ത പോലെ. ഒന്നാമത്തെ ചോദ്യം: പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നതായി കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഏതെല്ലാം? പൂർണ്ണാന്തര പ്രതിപതനം അല്ലെ, നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച പോലെ പ്രതിപതനം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണാന്തര പ്രതിപതനം എന്താണെന്നുള്ള കാര്യം ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നത്. ഒരു മാധ്യമത്തിൽ നിന്ന് അടുത്ത മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടന്നു പോകുന്നു. അത് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും?
അപവർത്തനം സംഭവിക്കുന്നില്ല, പകരം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുന്നത്. അതായത് ഒരു പ്രകാശരശ്മി വരുന്നത് ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടുതലാണെങ്കിൽ അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെയുള്ള ഒരു ചിത്രം, ഒന്നല്ല ഒന്നിൽ കൂടുതൽ ചിത്രമുണ്ട്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ ചിത്രം നോക്കി, ജലത്തിൽ നിന്ന് വരുന്നു എന്നിട്ട് ജലത്തിലേക്ക് തന്നെ പോകുന്നു. ഒരു മാധ്യമത്തിൽ നിന്ന് അതേ മാധ്യമത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, പൂർണ്ണാന്തര പ്രതിപതനം സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രം, ബി ചിത്രം നോക്കുകയാണെങ്കിൽ ഒരു കോണിൽ, ഒരു പ്രത്യേക കോണിൽ വരുന്നു എന്നിട്ട് ജല ഉപരിതലത്തിലൂടെ അല്ലെങ്കിൽ വിഭജന തലത്തിലൂടെയാണ് അത് കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ ജലത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ തിരിച്ച് വന്നിട്ടില്ല. അപ്പോൾ ഇത് ഉത്തരം ആയിട്ട് വരില്ല. ഇവിടെയോ സി ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് അപവർത്തന, കാരണം ഇത് വളഞ്ഞു പോവല്ലേ, അടുത്ത മാധ്യമത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്, അതേസമയം അതിന് ദിശയ്ക്കും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇതും പൂർണ്ണാന്തര പ്രതിപതനം അല്ല. ഡി ക്വസ്റ്റ്യനും നോക്കുകയാണെങ്കിൽ, ഡി ചിത്രം നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്, നേരത്തെ വന്ന പോലെ തന്നെ അല്ലേ. ഒരു പ്രത്യേക കോണിൽ വരുന്നു എന്നിട്ട് അത് വിഭജന തലത്തിലൂടെ കടന്നു പോകുന്നു. ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടിയിട്ടൊന്നുമില്ല, അങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. അപ്പോൾ ഇതും ഉത്തരമായിട്ട് വരുന്നില്ല. ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ഗ്ലാസ്സിൽ നിന്ന് ഒരു പ്രത്യേക കോണളവിൽ വരുന്നുണ്ട്, അത് ഗ്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു, അപവർത്തനം സംഭവിക്കുന്നില്ല, അപവർത്തനം ഇങ്ങനെ സംഭവിച്ച് വളഞ്ഞു പോകുന്നില്ല, പകരം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പോകുക, ഗ്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഇയും എന്താണ്, പൂർണ്ണാന്തര പ്രതിപതനത്തിന് ഉദാഹരണമാണ്. നമ്മുടെ ഉത്തരം എ, ഇ. ഇത് എ ആണ്, എ, ഇ, എയും ഇയും. ഇനി അടുത്തത്, ഇവിടെ ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ കോൺ എത്രയാണ്? ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ കോൺ ചിത്രത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ കോൺ എത്രയാണ്? ഏത് കോണളവിൽ കൂടിയപ്പോഴാണ് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 42 ഗ്ലാസിൻ്റെ ഇവിടെ ഒന്നുമില്ലല്ലോ, ഇവിടെ ഗ്ലാസ് ഉണ്ട് 32 ഡിഗ്രി, പക്ഷേ ഇവിടെ എന്താ അപവർത്തനം സംഭവിച്ച് പോകുന്നുണ്ട്, സൂപ്പറായിട്ട് അപവർത്തനം സംഭവിച്ചങ്ങ് പോകുന്നുണ്ട്. ഈ ചിത്രം നോക്കുകയാണെങ്കിൽ 42 ഡിഗ്രി ആയപ്പോൾ അത് ഗ്ലാസിൻ്റെ ഉപരിതലത്തിലൂടെ അല്ലെങ്കിൽ വിഭജന തലത്തിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. പതനകോൺ 42 ഡിഗ്രി ആയപ്പോൾ വിഭജന തലത്തിലൂടെ കടന്നുപോയി. ഇനി അത് 42-നേക്കാൾ കൂടുതലല്ലേ 44 ഡിഗ്രി ആയപ്പോൾ അത് ഗ്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട്, ഡി ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം 42 ഡിഗ്രി കോണളവിൽ വന്ന് പതിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ പതനകോൺ 42 ഡിഗ്രി ആയപ്പോഴാണ് വിഭജന തലത്തിലൂടെ കടന്നുപോയത്. അതുകൊണ്ട് 42 ഡിഗ്രിയാണ് ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ കോൺ, 42 ഡിഗ്രിയാണ്. ഇനി ജലത്തിൽ നിന്നും 50 ഡിഗ്രി കോണളവിൽ വായുവിലേക്ക് പതിക്കുന്ന പ്രകാശത്തിന് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുമോ? എന്തുകൊണ്ട്? ജലം വായു ജോഡികളുള്ള ക്രിറ്റിക്കൽ കോൺ എത്രയാണ്? ആദ്യം ഇതിൻ്റെ ഉത്തരം നമുക്ക് പറയാം. ജലത്തിൽ നിന്ന് വായുവിലേക്ക് പോകുമ്പോൾ ക്രിറ്റിക്കൽ കോൺ എത്രയായിരിക്കും? ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ വിഭജന തലത്തിലൂടെ കടന്നു പോകുന്ന 2 ചിത്രങ്ങളാണ്, ഒന്നിതും. ഇതിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ചിത്രം നോക്ക്, ജലവും വായുവാണല്ലേ, വായുവും ജലവും ഉണ്ട്. ഇനി 48.6 ഡിഗ്രിയിൽ ജലത്തിൽ നിന്ന് വായുവിലേക്ക് പ്രകാശം പോകുമ്പോൾ അത് നേരെ വിഭജന തലത്തിലൂടെ കടന്നു പോവുക ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 48.6 ഡിഗ്രിയാണ് ഇവരുടെ 48.6 ഡിഗ്രിയാണ് ഇവരുടെ ക്രിറ്റിക്കൽ കോൺ. വായു ജലം ജോഡിയിലെ ക്രിറ്റിക്കൽ കോണ് 48.6. ഇനി ജലത്തിൽ നിന്ന് 50 ഡിഗ്രി കോണളവിൽ വായുവിലേക്ക് പതിക്കുന്ന രശ്മിക്ക് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുമോ എന്നുള്ളതാണ്. 50 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48.6-നേക്കാൾ കൂടുതലാണ്. 48.6 ക്രിറ്റിക്കൽ കോണാണ്. ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടുതൽ പതന കോണ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കും. അപ്പോൾ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കും. ഡി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. പതനകോൺ ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്നാമത്തത് പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടന്നു പോകണം. രണ്ടാമത്തെ പോയിൻ്റ്, പതനകോൺ ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ ആ 2 പോയിൻറ്റ്സാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. 4 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഈ 4 പോയിൻറ്റിനെയും
ഈ 2 കള്ളിയിലേക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇട്ട് കൊടുക്കുക വേണ്ടു. ഒന്ന് അവർ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് വായിച്ചു നോക്കുക. എന്താ ചെയ്യേണ്ട കാര്യം? ദർപ്പണങ്ങളിൽ നിന്നുള്ള പ്രതിപതനവും പൂർണ്ണാന്തര പ്രതിപതനവും അതിനെ രണ്ട് ടേബിളായിട്ട് തന്നിട്ടുണ്ട്. തന്ന പോയിൻറ്റ്സിന് ഈ വ്യത്യാസം കണ്ടുപിടിച്ചിട്ട് ഏതിലാണോ വരേണ്ടത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ദർപ്പണങ്ങളിൽ നിന്നുള്ള പ്രതിപതനം, ഒന്നാമത്തെ കള്ളിയിൽ ദർപ്പണങ്ങളിൽ നിന്നുള്ള പ്രതിപതനം. അതിൻ്റെ പ്രത്യേകത, പ്രകാശരശ്മി പൂർണ്ണമായും പ്രതിപതിക്കുന്നില്ല അല്ലെങ്കിൽ പ്രതിഫലിക്കുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എഴുതിയ സാധനം ആദ്യം ഒന്ന് മാർക്ക് ചെയ്തേക്കാം. പ്രകാശരശ്മി പൂർണ്ണമായും പ്രതിഫലിക്കുന്നില്ല, ഇതല്ലേ ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് നേരെ വരുന്ന ലാസ്റ്റ് പോയിന്റ് വായിച്ച് നോക്ക്. പ്രകാശരശ്മി പൂർണ്ണമായും പ്രതിപദിക്കുന്നു. അപ്പോൾ പൂർണ്ണാന്തര പ്രതിപതനത്തിൽ നമ്മളതിൻ്റെ പ്രത്യേകതയായിട്ട് പഠിച്ചിട്ടുണ്ട്. പ്രകാശരശ്മി പൂർണ്ണമായും പ്രതിഫലിക്കുന്നു. പ്രകാശരശ്മി പൂർണ്ണമായും പ്രതിഫലിക്കുന്നു. അപ്പോൾ ഈ പോയിന്റ് രണ്ടാമത്തെ കള്ളിയിൽ വരും. അപ്പോൾ ഇതും എഴുതി. ഇനി ലാസ്റ്റ് 2 പോയിന്റും കൂടെ നോക്കാനുള്ളൂ. ഒന്നാമത്തെ പോയിന്റ് നോക്ക്. പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പതിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്നു. ക്രിറ്റിക്കൽ കോണും പ്രകാശിക സാന്ദ്രതയൊക്കെ നമ്മൾ പഠിച്ചത് പൂർണ്ണാന്തര പ്രതിപതനമായിട്ട് ബന്ധപ്പെട്ട ദർപ്പണം പഠിക്കുമ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതും രണ്ടാമത്തെ കള്ളിയിൽ വരും. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ മാത്രമാണ്, ഇങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രമാണ് പൂർണ്ണാന്തര പ്രതിപതനം ഉണ്ടാവുന്നത്. അതായത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശം വന്ന് പതിക്കുമ്പോഴാണ് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നത്. ഇനി ലാസ്റ്റ് ഒരു പോയിൻ്റേ ഉള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ ഇത് വായിച്ച് നോക്കാണ്ട് നേരെ ഈ കള്ളിയിലേക്ക് എടുത്ത് ഇടാം. ചിലപ്പോൾ ശരിയാവണമെന്നില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട. വായിച്ച് നോക്കുന്നു. പ്രതലത്തിലേക്ക് ഏത് പതനകോണിൽ പതിച്ചാലും പ്രതിപതനം സംഭവിക്കുന്നു. ഉറപ്പായിട്ടും അത് ദർപ്പണങ്ങളിൽ നിന്ന് മാത്രമല്ലേ സംഭവിക്കൂ. കണ്ണാടി എടുത്തിട്ട് അതിനെ ഏത് ആംഗിളിൽ കൊണ്ടുപോയിട്ട് അതിലേക്ക് ടോർച്ച് അടിച്ചാലും അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണലില്ലേ, പ്രതിപതിച്ച് പോകുന്നതായിട്ട് കാണലുണ്ട്. അപ്പോൾ അത്രയുമാണ് ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ വരുന്ന ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് വിലയിരുത്താം എന്നുള്ള ഭാഗത്തുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കണ്ടൂ. അത് അടുത്ത ഒരു ക്ലാസ്സായിട്ട് വിലയിരുത്താം എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യും. അപ്പോൾ ക്ലാസ് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, എന്നാൽ അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. താങ്ക്